Hi children, you are welcome to our English class. Today we can start Unit 2, Still We Rise. If you did not watch the classes of Unit 1, you can take all links from the description box below this video. So let's start Unit 2, Still We Rise. Here have a newspaper report. Can you see this newspaper report? Do you know what is the news about? A 10-year-old girl dies of torture by stepmother. 10-year-old girl. What is the age of the girl? 10 year, only 10 year. The girl dies of torture. എങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത്? Torture means പീഡനം. ആരുടെ? By stepmother. So 10-year-old girl dies of torture by stepmother. So we can read the news. So where did the news happen? Like now, a 10-year-old girl surrendered to death at the Medical College Hospital here on Thursday on being tortured by her stepmother. So, ലക്നൌവിലാണ് ഈ സംഭവം നടക്കുന്നത്. A 10-year-old girl surrendered to death at the Medical College Hospital, where she died at the Medical College Hospital when here on Thursday on being tortured by her stepmother. So, what is the reason for the girl's death? Yes, tortured by her stepmother. രണ്ടാനമ്മയുടെ പീഡനം കൊണ്ടാണ് ആ പെൺകുട്ടി മരണപ്പെട്ടത്. സോ അക്കോർഡിംഗ് ടു ദ പോലീസിൻ്റെ അഭിപ്രായത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ദ പോലീസ്, ദ ഡിസീസ്ഡ് ഈസ് ശലഖ. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗേൾ? ശലഖ. ദ ഡിസീസ്ഡ് ഈസ് ശലഖ, ദ ഡോട്ടർ ഓഫ് അരവിന്ദ്. ദ ഡോട്ടർ ഓഫ് അരവിന്ദ്. സോ ഹു ഈസ് ദ ഫാദർ ഓഫ് ശലഖ? Aravind, where Indira Nagar, Lucknow. According to the police, the deceased is Shalakha, the daughter of Aravind. Aravindinte magalana. Shalakha was a student of class 6. So which standard she is studying? Yes, she is studying 6th standard. Shalakha was a student of class 6, where Government High School at Indira Nagar. She was admitted with serious injuries to a hospital in the city around 6 p.m. Thursday. She was admitted with a serious injuries. വളരെ മാരകമായ മുറിവുകളോടെയാണ് അവളെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ആൻഡ് ദാറ്റ് ടൈം വാസ് 6 p.m. ഓൺ തേഴ്സ്ഡേ 6 p.m. വളരെ മാരകമായ പരിക്കുകളോടെയാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. The doctors who found the parents' explanation unsatisfactory informed the police. പേരൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഡോക്ടർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല, സത്യമാണെന്ന് തോന്നിയില്ല. ഡോക്ടർക്ക് അത് സത്യമാണെന്ന് തോന്നിയില്ല. അങ്ങനെ ഡോക്ടർ പോലീസിനെ ഇൻഫോം ചെയ്തു. ലേറ്റർ ഷീ വാസ് ഷിഫ്റ്റഡ് ടു ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വെയർ ഷീ ഡൈഡ് അറൗണ്ട് 11 p.m. പിന്നീട് ആ കുട്ടിയെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ച് 11 p.m. ഷീ ഡൈഡ്. 11 മണിയായപ്പോൾ ആ കുട്ടി മരണപ്പെട്ടു. സോ ഇറ്റ് വാസ് എ ട്രാജിക് ഇൻസിഡൻറ്റ്. നമ്മളെല്ലാം ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു ന്യൂസാണ് ഇത്. Preliminary medical reports confirmed that the girl had undergone extreme physical torture which resulted in her death. ആ കുട്ടിയുടെ മരണകാരണമായി പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ട്സിൽ പറയുന്നത് വളരെ ഗുരുതരമായ, വളരെ മാരകമായ അണ്ടർഗോൺ എക്സ്ട്രീം ഫിസിക്കൽ ടോർച്ചർ, അവളുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ മാരകമായ പീഡനം, മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അതാണ് ആ കുട്ടിയുടെ മരണത്തിന് കാരണമായതെന്നാണ് പ്രിലിമിനറി മെഡിക്കൽ റിപ്പോർട്ട്സ് കൺഫേം ചെയ്തത്. There were several marks on her body. ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് അടിച്ചതിൻ്റെയും ഒക്കെ ഒരുപാട് പാടുകൾ, മാർക്കുകൾ ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നു, ശരീരം മുഴുവനും. Local residents said that they had informed the childline activist about the incidents. അവിടുത്തെ ലോക്കൽ പ്രദേശവാസികൾ ഈ സംഭവം ചൈൽഡ് ലൈൻ ആക്ടിവിസ്റ്റിനെ അറിയിക്കുകയുണ്ടായി, അവരെ ഇൻഫോം ചെയ്ത്. ചൈൽഡ് ലൈൻ നിങ്ങൾക്കറിയാമല്ലോ, ചൈൽഡ് ലൈനിൻ്റെ ആളുകളെ അവർ അറിയിക്കുകയുണ്ടായി ഇങ്ങനെയൊരു സംഭവം. സോ ഇറ്റ് വാസ് എ ട്രാജിക് ഇൻസിഡൻറ്റ്. നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒരു ന്യൂസായിരുന്നു ഇത്. 10 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്റ്റെപ്പ് മദറിൻ്റെ മാരകമായ പീഡനം കാരണം, ടോർച്ചർ കാരണം മരണത്തിന് കീഴടങ്ങി. So
very touching news. So here I have 4 questions about this news. These 4 questions are very easy, so you should find out the answer of these 4 questions and submit your teachers, because it is very easy questions. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. We can read the question. I will explain the question. First question, what is a news report about? What is a news report about? എന്തിനെക്കുറിച്ചായിരുന്നു ഈ ന്യൂസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഗേൾസ് ഡെത്ത്? ആ കുട്ടിയുടെ മരണത്തിന് ഇടയായ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഗേൾസ് ഡെത്ത്? ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് യു ഡു ഇഫ് സച്ച് എ തിങ് ഹാപ്പൻഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, have you ever come across such incident in your life? Have you ever come across such incident in your life? നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം, ഇങ്ങനെയുള്ള അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? So if you have such incident, you can write and submit your teachers. And one more thing I will tell you, if such incidents will happen in your life, you can inform to the childline number. If you did not know the childline number, you can see the childline number on the screen now. This is the childline number. Okay, we can go to the next passage. Who does all the work at home? നിങ്ങളുടെ വീട്ടിലെ ജോലി മുഴുവൻ ആരാണ് ചെയ്യുന്നത്? What kind of work you do? You will do any work. What kind of work you will do? എന്തൊക്കെ ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നത്? Imagine that you have to do all the household work alone. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിലെ ജോലി മുഴുവനും, എല്ലാ ജോലിയും നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൗ വിൽ ഇറ്റ്സ് ബി? എങ്ങനെയായിരിക്കും? എങ്ങനെയത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഓർ ട്രൈ ടു തിങ്ക് ഓഫ് സച്ച് എ ഗേൾ ഹൂ ഡസ് ഓൾ ഡൊമസ്റ്റിക് വർക്ക് വിത്തൗട്ട് ഹാവിങ് പ്രോപ്പർ ഫുഡ്, ക്ലോത്തിങ് എക്സെട്ര. അങ്ങനെ ഒരു വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, വിതൗട്ട് ഹാവിങ് പ്രോപ്പർ ഫുഡ്, കറക്റ്റ് സമയത്ത് ആഹാരമോ ഉടുക്കാനുള്ള നല്ല വസ്ത്രങ്ങളോ ഇല്ലാതെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് റീഡ് ദ സ്റ്റോറി സച്ച് എ ഗേൾ. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഹിയർസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ടച്ചിങ് സ്റ്റോറി. ദ നെയിം ഓഫ് ദ സ്റ്റോറി ഈസ് സിൻഡ്രല്ല. വാട്ട്സ് ദ നെയിം ഓഫ് ദ സ്റ്റോറി? സിൻഡ്രല്ല. സോ വി ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് പാസേജ് ഓഫ് ദ സ്റ്റോറി. ദ സിൻഡർ ഗേൾ. ദ സിൻഡർ ഗേൾ. സിൻഡർ മീൻസ് ചാരം എന്നാണ്. സിൻഡർ മീൻസ് ചാരം, അടുക്കളയിലെ ചാരം. ദാറ്റ് ഈസ് സിൻഡർ. ദ സിൻഡർ ഗേൾ. വി ക്യാൻ ചെക്ക് വാട്ട് ഈസ് ദ സ്റ്റോറി. Once upon a time, there was a rich man who lived happily with his wife and daughter. Once upon a time, there was a rich man, ഒരു പണക്കാരനായ മനുഷ്യൻ, who lived happily with his wife and daughter. വൈഫിനോടും തൻ്റെ മകളോടുമൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. One day, his wife fell sick. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു. When she felt that her end was drawing near, അവർക്ക് തോന്നി അവരുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. ആ നിമിഷം she called her only daughter near her and said, അവരുടെ ഒരേ ഒരു മകൾ, തൻ്റെ മകളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, Dear child, be good and pious, and God will always take care of you. Dear child, be good and pious, and God will always take care of you. എപ്പോഴും നമ്മൾ നല്ല ദൈവഭക്തിയുള്ള നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം. ദൈവം എപ്പോഴും നിന്നെ നോക്കിക്കൊള്ളും, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, നിന്നെ നോക്കിക്കൊള്ളും. I will look upon you from heaven and will be with you. ഞാൻ ഹെവനിലിരുന്ന്, സ്വർഗത്തിലിരുന്ന് നിന്നെ കണ്ടുകൊള്ളാം, എപ്പോഴും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ മരണത്തിന് കീഴടങ്ങി. സോ ക്യാൻ യു സീ ദിസ് പിക്ചർ? യെസ്, ദിസ് ഈസ് ദ മദർ ഡൈഡ്.
This is the girl. Can understand the story? What happened next? So she closed her eyes forever. The maiden went every day to her mother's grave and wept and remained pious and good. Maiden means അവിവാഹിതയായ ആ പെൺകുട്ടി, അവരുടെ മകൾ. Went every day to her mother's grave. എല്ലാ ദിവസവും അമ്മയുടെ ആ കുഴിമാടത്തിൻ്റെ അടുത്ത് പോയിരിക്കും, അവിടെ ഇരുന്ന് വിങ്ങി കരയും. And wept and remained pious and good. അമ്മയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ച്, അമ്മയുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അവിടെ ഇരുന്ന് കരയാറുണ്ട് എല്ലാ ദിവസവും ആ പെൺകുട്ടി. When winter came, the snow covered the grave with a white covering. വിൻ്റർ സീസൺ ആയപ്പോഴേക്കും the snow covered the grave. ആ ഗ്രേവ്, അമ്മയുടെ ആ കുഴിമാടം മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടി. വിത്ത് എ വൈറ്റ് കവറിങ്, ഒരു വെള്ള നിറത്തിലുള്ള ഒരു കവറിങ് ആയിട്ട് മഞ്ഞ് മൂടി. Then the sun came in the early spring and melted it away. ആ സ്പ്രിംഗ് സീസൺ, വസന്തകാലത്ത് സൂര്യൻ അതിരാവിലെ ആ സൂര്യൻ്റെ ചൂടേറ്റ് ആ മഞ്ഞ് ഉരുകിപ്പോകുന്നു. Melted it away. Soon Cinderella's father married again. സിൻഡ്രല്ലയുടെ അച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ, അച്ഛൻ വീണ്ടും കല്യാണം കഴിച്ചു, വിവാഹം ചെയ്തു. Soon Cinderella's father married again. The new wife was a proud and unkind woman. പുതിയ ഭാര്യ, പുതിയ വൈഫ് എങ്ങനെയായിരുന്നു അവർ? ഷി വാസ് എ പ്രൗഡ്, കുറച്ച് അഹങ്കാരം ധാർഷ്ട്യമൊക്കെയുള്ള ഒരു സ്ത്രീയായിരുന്നു. ആൻഡ് അൺകൈൻഡ് വുമൺ, ദയയില്ലാത്ത ക്രൂരയായ ധാർഷ്ട്യമുള്ള ഒരു സ്ത്രീയായിരുന്നു ആ അച്ഛൻ രണ്ടാമത് കഴിച്ച ആ വിവാഹം ചെയ്ത ആ ഭാര്യ. The new wife brought her 2 daughters along with her. The new wife had 2 daughters. ആ ഭാര്യയ്ക്ക് 2 പെൺകുട്ടികൾ, 2 മക്കൾ, 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെയും ഒപ്പം കൂട്ടി, അവരെയും കൂട്ടിയിട്ടാണ് ആ രണ്ടാനമ്മ വീട്ടിലേക്ക് വന്നത്. Though they were beautiful and fair in appearance, at heart they were wicked and ugly. കാണാൻ നല്ല സുന്ദരിമാരായ 2 പെൺകുട്ടികൾ കാഴ്ചയിൽ, ബട്ട് അറ്റ് ഹേർട്ട് ദേ വെർ വിക്ഡ് ആൻഡ് അഗ്ലി. പക്ഷേ അവരുടെ ഹൃദയം വളരെ ദുഷിച്ചതായിരുന്നു, ക്രൂരമായിരുന്നു, ഉള്ള ഹൃദയം ആയിരുന്നു. മനുഷ്യത്വമില്ലാത്ത 2 പെൺകുട്ടികൾ ആയിരുന്നു അവർ. ആൻഡ് ദെൻ ബിഗാൻ ദ ഇവിൽ ടൈംസ് ഓഫ് ദ പുവർ ഗേൾ. അവിടെ തുടങ്ങി ആ പാവം പെൺകുട്ടിയുടെ മോശ സമയം. ആ പാവം പെൺകുട്ടിയുടെ ദുര അനുഭവങ്ങൾ അവിടെ തുടങ്ങി, അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രീച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ് ആസ്ക്ഡ് ദേ. ഈ മന്ദബുദ്ധിയായ ഈ ജീവി ഞങ്ങളോടൊപ്പം ഒരേ റൂമിൽ, ഇവിടെ ഞങ്ങളുടെ റൂമിൽ ഇരിക്കുന്നോ? അവർ ചോദിക്കുകയാണ്. ആ 2 പെൺമക്കൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ഇഫ് യു നീഡ് ഫുഡ് യു മസ്റ്റ് ഏൺ ഇറ്റ്. ശകാരിക്കുകയാണ് ആ പെൺകുട്ടി. ഈ 2 പെൺകുട്ടികൾ ചേർന്ന് ശകാരിക്കുകയാണ്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവളിവിടെ ഒന്നുമല്ല, ഒള്ളി എ കിച്ചൺ മെയ്ഡ്, ഒള്ളി എ കിച്ചൺ മെയ്ഡ്, ഒരു അടുക്കളക്കാരി, ഒരു വേലക്കാരി മാത്രമാണ് നീ. ദേ ടുക്ക് എവേ ഹർ പ്രെറ്റി ഡ്രസ്സസ്. അവളുടെ മനോഹരമായ ഡ്രസ്സുകൾ ഈ പെൺകുട്ടികൾ തിരികെ വാങ്ങി. ഫോഴ്സ്ഡ് ടു ഹർ ടു പുട്ട് ഓൾഡ് വൺ ഗ്രേ. എന്നിട്ട് പഴയ കീറിപ്പറഞ്ഞ ഒരു ഡ്രസ്സ് ഇടാൻ കൊടുത്തു. They also gave her wooden shoes to wear. എന്നിട്ട് തടി കൊണ്ടുള്ള ഒരു വുഡൻ ഷൂസും കൊടുത്തു, കാൽ ഇടാൻ വേണ്ടി ഒരു വുഡൻ ഷൂസ് കൊടുത്തു. The stepsisters laughed at her and sent her to the kitchen. പരിഹസിച്ചു. സ്റ്റെപ്സിസ്റ്റേഴ്സ് പരിഹസിച്ചു അവളെ നോക്കി. എന്നിട്ട് അവളെ ആൻഡ് സെൻറ്റ് ടു ഹർ ദ കിച്ചൺ, കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. നീ ഇനി അടുക്കളയിൽ പോയി കിടന്നാൽ മതി, അവിടെയാണ് നിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് ദേ സെൻറ്റ് ഹർ ടു ദ കിച്ചൺ. There she was made do to heavy work from morning to night. Get up early in the morning. അവിടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ജോലിയായിരുന്നു ആ പെൺകുട്ടിക്ക് അവിടെ ചെയ്യേണ്ടി വന്നത്. മോർണിംഗ് ടു നൈറ്റ്, അതിരാവിലെ തുടങ്ങി രാത്രി വരെ. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെ എഴുന്നേൽക്കണമായിരുന്നു. എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്? ഡ്രോയിങ് വാട്ടർ, മേക്ക് ദ ഫയർ, കുക്ക് ആൻഡ് വാഷ്. അങ്ങനെ
ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ, വെള്ളം കോരുകയും തുണി നനയ്ക്കുകയും ആഹാരം പാചകം ചെയ്യുകയും ഒക്കെ എല്ലാ ജോലികളും ആ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇൻ ദ ഈവനിങ്സ് ഷി വാസ് ക്വയറ്റ് ടയേർഡ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര ക്ഷീണിച്ച് അവശയാകും ആ പെൺകുട്ടി. ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്, ഒരു ദിവസത്തെ മുഴുവൻ ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും വളരെ ക്ഷീണിതയാകും അവൾ. ആസ് ഷി ഹാഡ് നോ ബെഡ് ലൈ അപ്പോൺ, അവൾക്ക് കിടന്നുറങ്ങാൻ ഒരു ബെഡ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഷി ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹെർത്ത് എമംഗ് ദ സിൻറ്റേഴ്സ്, അടുക്കളയിലെ ചാരത്തിനിടയിലായിരുന്നു അവൾ. സിൻറ്റേഴ്സ് മീൻസ് ചാരം, അടുപ്പിലെ ചാരത്തിനിടയിലായിരുന്നു അവൾ ഉറങ്ങിയിരുന്നത്. ഷീ ഓൾവേസ് ലുക്ക് ഡസ്റ്റി ആൻഡ് ഡർട്ടി ആസ് ഷീ സ്ലപ്റ്റ് ഇൻ ദ സിൻറ്റേഴ്സ്, അങ്ങനെ ചാരത്തിൽ കിടന്നുറങ്ങിയത് കൊണ്ട് അവളുടെ ദേഹം മുഴുവൻ എപ്പോഴും പൊടിയും അഴുക്കുമൊക്കെയായിരുന്നു. സോ ദേ നെയിംഡ് ഹർ സിൻഡ്രല്ല, അതുകൊണ്ട് തന്നെ അവർ ആ പെൺകുട്ടിയെ വിളിച്ചത് സിൻഡ്രല്ല എന്നാണ്. സിൻഡർ മീൻസ് ചാരം, ചാരത്തിനിടയിൽ കിടന്ന് ആയിരുന്നു അവൾ പെൺകുട്ടി ഉറങ്ങിയിരുന്നത്, അതുകൊണ്ടാണ് അവർ അവളെ സിൻഡ്രല്ല എന്ന് വിളിച്ചത്. സോ ദേ നെയിംഡ് ഹർ സിൻഡ്രല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? Can you see this picture? Yeah, this is Cinderella and these are stepsisters and this is stepmother. So they are very cruel to Cinderella. Cinderella is doing all the work, all the domestic work alone. So it is not good. We can go to next passage. The magic begins. So what was the magic? എന്ത് മാജിക്കാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? So we can check what was the magic. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. ഒരു ദിവസം ആ പ്രദേശത്തെ, ആ രാജ്യത്തെ രാജകുമാരൻ, ആ നാടിൻ്റെ ഒരു യങ് പ്രിൻസ് രാജകുമാരൻ എന്ത് ചെയ്തു? ഇൻവൈറ്റഡ്, ക്ഷണിച്ചു, ഓൾ ദ യങ് ഗേൾസ് ഓഫ് ദ കിങ്ഡം, ആ രാജ്യത്തെ ചെറുപ്പക്കാരായ സുന്ദരിമാരെ എല്ലാം, പെൺകുട്ടികളെ എല്ലാം തൻ്റെ ബോളിലേക്ക്, ബോൾ മീൻസ് നൃത്തശാല, നൃത്തശാലയിലേക്ക്, തൻ്റെ നൃത്തശാലയിലേക്ക് ആ രാജ്യത്തെ എല്ലാ പെൺകുട്ടികളെയും ആ രാജകുമാരൻ ക്ഷണിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്ലാനിങ് ടു ചൂസ് ഹീസ് പ്രിൻസസ് ഫ്രം എമംഗ്സ്റ്റ് ദം, അവരിൽ നിന്നും തൻ്റെ പ്രിൻസസിനെ, തൻ്റെ രാജകുമാരിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ പെൺകുട്ടികളെയെല്ലാം, സുന്ദരിമാരെയെല്ലാം തൻ്റെ ബോളിലേക്ക്, നൃത്തശാലയിലേക്ക് രാജകുമാരൻ ഒരു ദിവസം ക്ഷണിച്ചു. Cinderella's sisters were delighted on hearing this invitation. ഈ ക്ഷണം കേട്ടപ്പോൾ തന്നെ സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സിന് ഭയങ്കര സന്തോഷമായി. They selected the best gowns. They dressed their hairs. പെട്ടെന്ന് തന്നെ അവർ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. They selected the best gowns. അവരുടെ ഏറ്റവും നല്ല ഗൗൺസ് ധരിച്ചു. They dressed their hairs. ഹെയർസ് ഒക്കെ ഡ്രസ് ചെയ്തു. But they were not taking Cinderella with them. പക്ഷേ സിൻഡ്രല്ലയെ അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചില്ല. സിൻഡ്രല്ലയെ അവർ അവരോടൊപ്പം കൂട്ടിയില്ല. You can go when beggars hold a ball. ബെഗേഴ്സ് നൃത്തശാല നടത്തുന്നുണ്ടെങ്കിൽ നിനക്ക് അവിടേക്ക് പോകാം. You can go when beggars hold a ball. They told her. അവർ സിൻഡ്രല്ലയോട് പറഞ്ഞു. Comb our hair, brush our shoes and make our buckles fast. We are going to the princess ball. സിൻഡ്രല്ലയോട് അവർ ആജ്ഞാപിക്കുകയാണ്. Comb our hair, ഞങ്ങളുടെ ഹെയർ ചീകിത്തരൂ. ബ്രഷ് അവർ ഷൂസ് ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ. അപ്പോൾ അവർക്ക് പ്രിൻസസിൻ്റെ ബോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, നൃത്തശാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി തരാൻ ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സിൻഡ്രല്ലയോട് അവർ ആജ്ഞാപിക്കുകയാണ്. When she heard this, Cinderella could not help crying, for she too liked to go to the party. സിൻഡ്രല്ലയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. ബിക്കോസ് ഷീ ലൈക്ക് ടു ഗോ ടു ദ പാർട്ടി ഓൾസോ. അവൾക്കും ഈ നൃത്തശാലയിലേക്ക്, ഈ പാർട്ടിയിലേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ഷീ ബെഗ്ഡ് ഹർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹർ എലോങ്. സ്റ്റെപ്പ് മദറിനോട് അവൾ അപേക്ഷിച്ചു, എന്നെ കൂടി നൃത്തശാലയിലേക്ക് കൊണ്ടുപോകുമെന്ന്. എന്താണ് സ്റ്റെപ്പ് മദർ പറയുക? What, you Cinderella? In all your dust and dirt, you want to go to the ball?
നീ സിൻഡ്രല്ലയാണ്, നിനക്ക് നിൻ്റെ ദേഹം മുഴുവൻ അഴുക്കും പൊടിയും ആണ്, നിനക്ക് ബോളിലേക്ക് പോകണമെന്നോ? യു വാണ്ട് ടു ഗോ ടു ദ ബോൾ. യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്. നിനക്ക് ഡ്രസ്സോ നല്ല ഡ്രസ്സോ ഷൂസോ ഒന്നും തന്നെയില്ല. യു വാണ്ട് ടു ഡാൻസ്, നിനക്ക് ഡാൻസ് ചെയ്യണോ? She turned her back to Cinderella, hurriedly set out with her two proud daughters. പെട്ടെന്ന് സിൻഡ്രല്ലയോട് ഇത് വളരെ ഷൗട്ട് ചെയ്ത് പറഞ്ഞതിന് ശേഷം ധൃതിയിൽ അവർ എല്ലാം പോകാൻ വേണ്ടിയിട്ട് ബോൾസിലേക്ക്, പാർട്ടിയിലേക്ക്, നൃത്തശാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പ് മദറും രണ്ട് അവരുടെ ഡോട്ടേഴ്സും റെഡിയായി. സിൻഡ്രല്ലയെ കൂടെ കൊണ്ടുപോകുന്നില്ല. When Cinderella lost the sight them, she felt very sad. അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ് സിൻഡ്രല്ല. അവർ വളരെ ദൂരം ചെന്നപ്പോൾ, ആ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞപ്പോൾ സിൻഡ്രല്ലയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. She started crying. സിൻഡ്രല്ല കരയാൻ തുടങ്ങി. Tears rolled down her cheeks. Tears rolled down her cheeks. കണ്ണുനീർ അവളുടെ കവിളിൽ കൂടി ഒഴുകിയിറങ്ങി. She thought of her own mother, and this time she is thinking about her mother. അമ്മയെക്കുറിച്ച് അവൾ ഓർത്തുപോയി. If my mother had been alive, she would have sent me to the ball. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ആ ബോളിലേക്ക് പോകാമായിരുന്നു, നൃത്തശാലയിലേക്ക് പോകാമായിരുന്നു. Suddenly she heard a voice. Suddenly she heard a voice. പെട്ടെന്നാണ് ഒരു ശബ്ദം സിൻഡ്രല്ല കേട്ടു. What happened? You will certainly go to the ball. I am your fairy godmother. നിനക്ക് തീർച്ചയായിട്ടും നൃത്തശാലയിലേക്ക് പോകാൻ കഴിയും. I am your fairy godmother. ഞാൻ നിൻ്റെ fairy godmother ആണ്. Fairy മാലാഖ. I am your fairy godmother. Cinderella turned around. Cinderella turned around. She saw a fairy standing in front of her. നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു മാലാഖ നിൽക്കുകയാണ്, പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. I am the queen of fairies. ഫെയറീസിൻ്റെ ക്യൂനാണ് ഞാൻ, മാലാഖമാരുടെ ക്യൂനാണ് ഞാൻ. She said, I will send you to the ball. I will send you to the ball. നിന്നെ ഞാൻ ബോളിലേക്ക് അയക്കാം. Well, said her godmother, be a good girl and I will contrive that you shall go. നിനക്ക് പോകാനുള്ള ഒരു ഉപായം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. I will send you to the ball. She went with Cinderella into her chamber and told her. അങ്ങനെ സിൻഡ്രല്ലയോടൊത്ത് ആ മാലാഖ മുറിയിലേക്ക് പോയി. And chamber means മുറി. And told her, സിൻഡ്രല്ലയോട് പറഞ്ഞു, run to the garden and bring me a pumpkin. നീ വേഗം ഗാർഡനിൽ പോയിട്ട് ഒരു നല്ല പംകിൻ കൊണ്ടുവരൂ, പംകിൻ. Cinderella went immediately to gather the finest pumpkin she could get. പെട്ടെന്ന് തന്നെ സിൻഡ്രല്ല ഗാർഡനിലേക്ക് പോയി ഏറ്റവും നല്ലൊരു പംകിൻ കൊണ്ടുവന്നു. And brought it to her godmother. തൻ്റെ godmother, fairy godmotherക്ക് നൽകി. She could not imagine how this pumpkin could help her to go to the ball. അവൾക്ക് മനസ്സിലായില്ല, അവൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഒരു പംകിൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ആ നൃത്തശാലയിലേക്ക് പോകുവാൻ കഴിയുക, എങ്ങനെയാണ് ഒരു പംകിൻ അതിനെ സഹായിക്കുക, അവൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. The fairy waved a magic wand over the pumpkin. ഫെയറി പെട്ടെന്ന് തൻ്റെ മാജിക് വാൻഡ് എടുത്ത് തൻ്റെ മാന്ത്രിക വടി, മാന്ത്രിക ദണ്ട് അതുപയോഗിച്ച് ആ പംകിൻ്റെ മുകളിലേക്കൊന്ന് വീശി. Suddenly the pumpkin changed into the red coach. പെട്ടെന്ന് ആ പംകിൻ ഒരു റെഡ് കോച്ചായിട്ട് മാറി. റെഡ് കോച്ച് മീൻസ് ഒരു കുതിരവണ്ടി, ഒരു റെഡ് കോച്ചായിട്ട് മാറി ആ പംകിൻ. Then the fairy said, you will travel in this coach to the palace. ഈ രഥത്തിൽ, ഈ കുതിരവണ്ടിയിൽ നീ പാലസിലേക്ക് യാത്ര ചെയ്യും. So you will travel in this coach. ഈ രഥത്തിൽ കയറി നീ കൊട്ടാരത്തിലേക്ക് നിനക്ക് പോകാം. But we must have horses to draw it. പക്ഷേ ഈ കുതിരവണ്ടിക്ക് ഹോഴ്സസ് വേണം, കുതിരകൾ വേണം. But we must have horses to draw it. ഇത് വലിക്കാൻ വേണ്ടി കുതിരകളെ വേണം. There is a mouse trapped in the backyard of your house. അവിടെ നിൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് എന്തുകൊണ്ട് ഒരു മൗസ് ട്രാപ്പ് ഉണ്ട്. മൗസ് ട്രാപ്പ് മീൻസ് ഒരു എലിപ്പെട്ടി. ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. ബ്രിങ് ഇറ്റ് ടു മീ.
നീ പോയി അതെടുത്തു കൊണ്ടുവരൂ. വാട്ട് ഈസ് ദാറ്റ്? എ മൗസ്ട്രാപ്പ്. Bring it to me. Cinderella went out and brought the mousetrap. Cinderella പെട്ടെന്ന് തന്നെ പോയി അത് ആ മൗസ്ട്രാപ്പ് എടുത്തിട്ട് വന്നു. There were 6 mice in it. അതിൽ എത്ര മൈസസ് ഉണ്ട്? എത്ര എലികളുണ്ട്? There were 6 mice in it. The fairy waved the magic wand over it and all the mice were turned into 6 white horses. Fairy again waved the magic wand over the mice. ആ എലികളുടെ മുകളിൽ തൻ്റെ മാജിക് വാൻഡ് ഉപയോഗിച്ച് വീശി. ആ സമയം എന്തായിട്ട് മാറി? ഓൾ ദ മൈസസ് വെയർ ടേൺഡ് ഇൻടു 6 വൈറ്റ് ഹോഴ്സസ്. 6 വെള്ള കുതിരകളായിട്ട് മാറി. ലുക്കിംഗ് അറ്റ് ദ കോച്ച് ആൻഡ് ദ ഹോഴ്സസ്, ദ ഫെയറി സെഡ്. ആ കോച്ചിനെയും കുതിരകളെയും നോക്കൂ. നൗ വി ഹാവ് എ കോച്ച് ടു ട്രാവൽ ആൻഡ് 6 ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. ഇപ്പം നമ്മൾക്കൊരു ട്രാവൽ ചെയ്യാനൊരു കോച്ചുണ്ട്, അതുപോലെ തന്നെ അത് വലിക്കാൻ 6 ഹോഴ്സസും ഉണ്ട്. ബട്ട് വി ഹാവ് ഇൻ എനി ഫുട്മാൻ. പക്ഷെ നമുക്കിനിയും എന്താണ് ആവശ്യം? ഫുട്മാൻ ഇല്ല, ഒരു പരിചാരകർ വേണം. ഗോ എഗെയിൻ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് യു വിൽ ഫൈൻഡ് 6 lizards ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. നീ വീണ്ടും ഗാർഡനിലേക്ക് പോകൂ. അവിടെ ഒരു വാട്ടറിംഗ് പോട്ടിൻ്റെ പുറകിലായിട്ട് 6 lizards ഉണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? lizards മീൻസ് പല്ലി. 6 lizards ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. ബ്രിങ് ദം, കൊണ്ടുവരൂ അവയെ. വെൻ സിൻഡറല്ല ബ്രോട്ട് ദ lizards, the fairy changed into footman. സിൻഡറല്ല ലിസാർഡ്സിനെ കൊണ്ടുവന്നു. ഫെയറി അതിനെ ആ ലിസാർഡ്സിനെ ഫുട്മാനായിട്ട് മാറ്റി. ദ ഫുട്മാൻ ബൗഡ് അറ്റ് ഹർ. അവളുടെ മുന്നിൽ ഓർഡർ ആജ്ഞയ്ക്ക് വേണ്ടിയിട്ട് തലകുനിച്ച് നിന്ന് ഫുട്മാൻ. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. എന്ത് വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്? ഫുട്മാൻ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. സിൻഡറല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ സിൻഡറല്ലയ്ക്ക്. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹർ ക്ലോത്ത്സ്. പക്ഷേ തൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാക്സ് ഷീ സെഡ്. പക്ഷേ ഞാൻ എങ്ങനെ ഈ പഴംതുണി, ഈ മുഷിഞ്ഞ തുണിയിട്ടുണ്ട് ഞാൻ എങ്ങനെ പോകും ആ ബോളിലേക്ക്, നൃത്തശാലയിലേക്ക്? അവൾക്ക് ഭയങ്കര സങ്കടമായി. ഐ വിൽ ഗിവ് യു എ വണ്ടർഫുൾ ക്ലോത്ത്, ദ ഫെയറി സെഡ്. പേടിക്കണ്ട, വിഷമിക്കണ്ട, ഞാൻ നിനക്ക് നല്ല ക്ലോത്ത്, വണ്ടർഫുൾ ക്ലോത്ത്സ് ഞാൻ നിനക്ക് തരാം. The fairy touched the Cinderella with her magic wand. തൻ്റെ മാജിക് വാൻഡ് ഉപയോഗിച്ച് ഫെയറി സിൻഡറല്ലയെ തൊട്ടു. Her rags changed to the beautiful cloths of silk and gold. പെട്ടെന്ന് സിൻഡറല്ലയുടെ ആ പഴംതുണികൾ, ആ മുഷിഞ്ഞ തുണികൾ എന്തായിട്ട് മാറി? ബ്യൂട്ടിഫുൾ സിൽക്ക് ആൻഡ് ഗോൾഡ് ക്ലോത്ത്സ് ആയിട്ട് മാറി. സിൽക്ക് ആൻഡ് ഗോൾഡ് ക്ലോത്ത്സ് ആയിട്ട് മാറി. There were diamonds in the hair. അവളുടെ മുടിയിൽ എന്തുണ്ട്? ഡയമണ്ട്സ് ഉണ്ട്. And she wore 2 pretty glass shoes. വളരെ മനോഹരമായ, വളരെ ഭംഗിയുള്ള ഗ്ലാസ് ഷൂസും ഫെയറി സിൻഡറല്ലയ്ക്ക് നൽകി. Then the fairy said. എന്നിട്ട് ഫെയറി പറഞ്ഞു, ഇതെല്ലാം റെഡിയാക്കിയപ്പോൾ ബോളിലേക്ക് പോകാൻ വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകി സിൻഡറല്ലയ്ക്ക്. എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ ഗോ ടു ദ ബോൾ നൗ. ഇപ്പോൾ നിനക്ക് ആ നൃത്തശാലയിലേക്ക് പോകാം. ബട്ട് റിമെമ്പർ, പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിക്കണം. ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. 12 മണിയാകുമ്പോൾ മാജിക് അവസാനിക്കും. ഇതൊരു മാജിക്കാണ്. 12 മണിയാകുമ്പോൾ ഇത് അവസാനിക്കും. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ അറ്റ് ദാറ്റ് ടൈം. 12 മണിക്ക് മുമ്പ്, ആ സമയത്ത് മുമ്പായി നീ തിരികെ വീട്ടിൽ എത്തണം. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇതാണ് ഫെയറി എല്ലാം നൽകിയതിന് ശേഷം സിൻഡറല്ലയോട് പറഞ്ഞത്. So Cinderella is ready to go to the ball now. What will happen next? So we can stop today's class now. ഈ പാസേജ് വരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് നിർത്താം. വി ക്യാൻ കണ്ടിന്യൂ ദ സ്റ്റോറി ദ നെക്സ്റ്റ് ക്ലാസ് കമ്മിങ് സൂൺ. ഉടൻ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത്, യു നീഡ് ടു റീഡ് ദീസ് 2 passages 20 times, minimum 20 times. You find out the difficult words from this passage and find out the meaning from dictionary and write it on your word book and submit to your teachers. Okay, so next class
ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം നമ്മൾ തുടരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. So we can conclude the today's class. So you learn this story properly and share with your friends and subscribe our channel Focus Family. We can meet the next class. Thank you. Bye.